മൂന്നാം ക്ലാസ്സിലെ മക്കളുടെ നാസ് അല്ലെങ്കിൽ സാറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട മോഡൽ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ആദ്യം നമുക്ക് ഗണിതവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം: താഴെ കൊടുത്തവയിൽ നിങ്ങളുടെ ക്ലാസ്സിലെ മേശയുടെ നീളം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, സ്കെയിൽ. മേശയുടെ നീളം അളക്കാൻ സ്കെയിലാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം: വിട്ട ഭാഗത്ത് സംഖ്യ ഏതാണ്? 6, 12, 18, ഡാഷ്, 30. ഉത്തരം ഓപ്ഷൻ സി, 24. രണ്ടാമത്തെ ചോദ്യം: സംഖ്യാ കാർഡുകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അടുക്കിയാൽ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ എ. അടുത്ത ചോദ്യം: പാറ്റേൺ നോക്കൂ, അടുത്ത ചിത്രം ഏതാണ്? ചതുരം, ത്രികോണം, 2 ചതുരം, ത്രികോണം, 3 ചതുരം, ത്രികോണം, ഡാഷ്. എന്തായിരിക്കും വേണ്ടത്? 4 ചതുരം ത്രികോണം അല്ലേ? അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം: പ്രീതി കടയിൽ ചെന്ന് 1 കിലോഗ്രാം പഴവും 1 കിലോഗ്രാം ഉള്ളിയും 2 കിലോഗ്രാം വെണ്ടയും വാങ്ങി. ഉള്ളി 1 കിലോഗ്രാമിന് 30 രൂപ, പഴം 1 കിലോഗ്രാമിന് 26 രൂപ, വെണ്ട 1 കിലോഗ്രാമിന് 18 രൂപ. അവൾ 100 രൂപ നൽകി എങ്കിൽ എത്ര രൂപ ബാക്കി കിട്ടും? എങ്ങനെ കണ്ടെത്താം? ആദ്യം വാങ്ങിയ സാധനങ്ങളുടെ മൊത്തം വില കാണുക. വാങ്ങിയ സാധനം 1 കിലോഗ്രാം പഴം. 1 കിലോഗ്രാം പഴത്തിൻ്റെ വില 26 രൂപയാണ്. അപ്പോൾ 26 കൂട്ടണം. പിന്നെ വാങ്ങിയത് 1 കിലോഗ്രാം ഉള്ളി. 1 കിലോഗ്രാം ഉള്ളിയുടെ വില 30. 26 കൂട്ടണം 30. 2 കിലോഗ്രാം വെണ്ട. 1 കിലോഗ്രാമിന് 18 രൂപയാണ്. 2 കിലോഗ്രാമിന് 2 18 കൂട്ടുക. അപ്പോൾ 36 രൂപയായിരിക്കും. 36. 26 കൂട്ടണം 30 കൂട്ടണം 36. എത്രയാണ് കിട്ടുക? 6 6 12, 2. ബാക്കി 1 ഇവിടെ എഴുതാം. 3 3 6 6 3 9. 92 രൂപയാണ് ആകെ വിലയായത്. അപ്പോൾ കടക്കാരന് കൊടുത്തത് 100 രൂപയാണ്. 100-ൽ നിന്ന് 92 രൂപ കുറക്കുക. 100 കുറക്കണം 92. എത്രയായിരിക്കും? 100 കുറക്കണം 92. ഉത്തരം കിട്ടുക 8. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 8 ആണ്. അടുത്തത് പരിസര പഠനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം: കൂട്ടത്തിൽ പെടാത്തത്. ആന, അയല, കടൽ കുതിര, കടൽ വെള്ളരി. ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? ആന. ഓപ്ഷൻ എ, ആന. രണ്ടാമത്തെ ചോദ്യം: താഴെ നൽകിയിരിക്കുന്ന ശരീരഭാഗം ഏത് ജീവിയുടേതാണ്? താഴെ നൽകിയിരിക്കുന്ന ശരീരഭാഗം ഏത് ജീവിയുടേതാണ്? ഓപ്ഷൻ ഡി, ആന. മൂന്നാമത്തെ ചോദ്യം: ഔഷധിയുടെ പ്രത്യേകതയിൽ പെടാത്തത് ഏത്? തണ്ട് മൃദുവാണ്, ആഴത്തിൽ വേരോട്ടമില്ല, ദീർഘകാലം നിലനിൽക്കുന്നു, ചെറിയ സസ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നു. ഔഷധിയുടെ പ്രത്യേകതയിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി, ദീർഘകാലം നിലനിൽക്കുന്നു. നാലാമത്തെ ചോദ്യം: വള്ളിച്ചെടികളുടെ കൂട്ടം കണ്ടെത്തുക. മുന്തിരി, മാവ്, മത്തൻ. മുന്തിരി, മത്തൻ, വെള്ളരി, ആമ്പൽ, മത്തൻ, പടവലം, കോവൽ, പാവൽ, പ്ലാവ്. ഏതാണ് വള്ളിച്ചെടി? ഓപ്ഷൻ ബി അല്ലേ? മുന്തിരി, മത്തൻ, വെള്ളരി. അഞ്ചാമത്തെ ചോദ്യം: രാത്രിയിൽ വിരിയുന്നു, വെളുപ്പ് നിറം, സുഗന്ധമുണ്ട്, കുറ്റിച്ചെടിയാണ്. ഏത് ചെടിയെക്കുറിച്ചാണ് മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്? താമര, റോസ, മുല്ല, കോളാമ്പി. ഓപ്ഷൻ സി, മുല്ല. നെക്സ്റ്റ് ഇംഗ്ലീഷ്. താഴെ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് വായിച്ച് നിങ്ങൾ അതിനുള്ള ഉത്തരം കണ്ടെത്തുക. എ ലയൺ ആൻഡ് എ മൗസ്. ഒരു സിംഹവും എലിയും. വൺസ് അപ്പോൺ എ ടൈം ദർ ലിവ്ഡ് എ ലയൺ ആൻഡ് എ മൗസ്. ഒരിക്കൽ ഒരു സിംഹവും ഒരു എലിയും കാട്ടിൽ താമസിച്ചിരുന്നു. വൺ ഡേ ദ ലയൺ വാസ് സ്ലീപ്പിംഗ്. ഒരു ദിവസം സിംഹം ഉറങ്ങുകയായിരുന്നു. ദ മൗസ് സ്റ്റാർട്ടഡ് പ്ലേയിങ് ഓൺ ഇറ്റ്. മൗസ് അവൻ്റെ മുകളിൽ കയറി കളിക്കാൻ തുടങ്ങി. ദ ലയൺ വോക്ക് അപ്പ്. സിംഹം എഴുന്നേറ്റു. ഹി കോട്ട് അപ്പ് ദ മൗസ്. അവൻ മുയലിനെ കയ്യിൽ പിടിച്ചു. ആൻഡ് വാസ് ഗോയിങ് ടു കിൽ ഹിം. എന്നിട്ട് കൊല്ലാൻ പോയി. ദ മൗസ് റിക്വസ്റ്റഡ് ഫോർ ഫോർഗിവ്നെസ്. മൗസ് എലി എന്ത് ചെയ്തു? മാപ്പപേക്ഷിച്ചു. ഇനി ഞാനിങ്ങനെ കളിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ദ ലയൺ ലെറ്റ് ഹിം ഗോ. ലയൺ എന്ത് ചെയ്തു?
എലിയെ വെറുതെ വിട്ടു. ആഫ്റ്റർ സം ഡേ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ദ ലയൺ വാസ് കോട്ട് ഇൻ എ നെറ്റ്. ലയണിനെ, സിംഹത്തിന് ആരോ വേട്ടക്കാരൻ വലയിൽ കുടുക്കി. ദ മൗസ് കട്ട് ദ നെറ്റ്. മൗസ് എന്ത് ചെയ്തു? എലി ഇത് കണ്ടു. അവൻ വന്ന് നെറ്റ്, വല കടിച്ചു മുറിച്ചു. കട്ട് ദ നെറ്റ് വിത്ത് ഹിസ് ടീത്ത്. അവൻ്റെ പല്ലുകൊണ്ട് നെറ്റ് കടിച്ചു മുറിച്ചു. ദ ലയൺ വാസ് സേവ്ഡ്. അങ്ങനെ സിംഹം രക്ഷപ്പെട്ടു. ഹി താങ്ക്ഡ് ദ മൗസ്. അവനെന്ത്? സിംഹം എലിയോട് നന്ദി പറഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ വാസ് സ്ലീപ്പിംഗ്? കൗ, മൗസ്, ലയൺ, ടൈഗർ. ആരായിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്നത്? ലയൺ അല്ലേ? ആൻസർ ലയൺ. രണ്ടാമത്തെ ചോദ്യം, ഹൂ സ്റ്റാർട്ടഡ് പ്ലേയിങ് ഇൻ ദ ലയൺ? ആരാണ് സിംഹത്തിൻ്റെ മുകളിൽ കയറി കളിച്ചുകൊണ്ടിരുന്നത്? മൗസ് അല്ലേ? ലയൺ, മൗസ്, കാറ്റ്, റാബിറ്റ് ആൻഡ് ഓപ്ഷൻ. അതിൽ മൗസാണ് ശരി ഉത്തരം. വേർ വാസ് ദ ലയൺ ട്രാപ്ഡ്? എവിടെയാണ് ലയൺ ട്രാപ്പ് ചെയ്തത്? ഇൻ നെറ്റ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. വൈ ഡിഡ് ദ ലയൺ താങ്ക് ദ മൗസ്? എന്തുകൊണ്ടാണ് സിംഹം എലിയോട് നന്ദി പറഞ്ഞത്? ബിക്കോസ് ദേ ആർ ഫ്രണ്ട്സ്. ബിക്കോസ് ദ മൗസ് സേവ്ഡ് ദ ലയൺ. എന്തുകൊണ്ടായിരിക്കും? രണ്ടാമത്തെ ഓപ്ഷനാണ് ശരി. ബിക്കോസ് ദ മൗസ് സേവ്ഡ് ദ ലയൺ. മൗസ് സിംഹത്തിനെ രക്ഷിച്ചതുകൊണ്ട് അല്ലേ? അടുത്ത ചോദ്യം, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. വാട്ട് ഡിഡ് ദ മൗസ് റിക്വസ്റ്റ് ഫോർ? എന്താണ് എലി ആവശ്യപ്പെട്ടത്? ഫോർഗീവ്നെസ്. രണ്ടാമത്തെ ഓപ്ഷൻ അല്ലേ? നെക്സ്റ്റ് പാർട്ട്, ഭാഷ. യാത്രാ വിവരണം വായിച്ച് 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം അടയാളപ്പെടുത്തുക. താഴെ കൊടുത്തിരിക്കുന്ന യാത്രാ വിവരണം വായിച്ചിട്ട് നിങ്ങൾ 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. 2015 ഏപ്രിൽ മാസത്തിൽ എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ദിവസമാണ്. അന്നാണ് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു യാത്ര പോയത്. ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്ന ബാംഗ്ലൂരിലേക്കാണ് പോയത്. ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് ആദ്യം പോയത്. ബാംഗ്ലൂർ നഗരത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പാർക്കാണ് ഇത്. നഗരത്തിൻ്റെ തിരക്കിൽ നിന്ന് മാറി പ്രകൃതിയുമായി അടുക്കാൻ പറ്റിയ ഒരു സ്ഥലം. ബാംഗ്ലൂരിൽ നിന്നും തിരിച്ച് ഞാൻ മൈസൂർ വഴിയാണ് നാട്ടിലേക്ക് വന്നത്. കർണാടകത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു നഗരമാണ് മൈസൂർ. ഇനി ചോദ്യം ഇതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എങ്ങോട്ടാണ് യാത്ര പോയത്? എങ്ങോട്ടാണ് യാത്ര പോയത്? 2015 ഏപ്രിൽ മാസത്തിൽ എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ദിവസമാണ്. അന്നാണ് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു യാത്ര പോയത്. ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്ന ബാംഗ്ലൂരിലേക്കാണ് പോയത്. അപ്പോൾ എവിടേക്കാണ് പോയത്? ഓപ്ഷൻ എ, ബാംഗ്ലൂർ. രണ്ടാമത്തെ ചോദ്യം, ഏത് മാസത്തിലാണ് ടൂർ പോയത്? 2015 ഏപ്രിൽ മാസത്തിൽ എന്ന് പറയുന്നുണ്ട് അല്ലേ? 2015 ഏപ്രിൽ മാസത്തിൽ. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി, ഏപ്രിൽ. മൂന്നാമത്തെ ചോദ്യം, ബാംഗ്ലൂർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഏതാണ് ബാംഗ്ലൂർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഇവിടെ പറയുന്നുണ്ട് കർണാടകത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു നഗരമാണ് മൈസൂർ. കർണാടകമാണ് ബാംഗ്ലൂർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻ സി, കർണാടക. 4, ബാംഗ്ലൂരിനെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പേര്. ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്ന ബാംഗ്ലൂരിലേക്കാണ് പോയത്. അപ്പോൾ ഓപ്ഷൻ ഡി, ഗാർഡൻ സിറ്റി. പാർക്കിലേക്ക് പോകാൻ കാരണം പ്രകൃതിയുമായി അടുക്കാൻ. നാസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയം ആൻഡ് മലയാളം മീഡിയം ക്വസ്റ്റ്യൻസ് ചാനലിൽ ക്ലാസ് 3 നാസ് എന്ന പ്ലേലിസ്റ്റിൽ പോയി കാണാവുന്നതാണ്. അതുപോലെ തന്നെ 3ാം ക്ലാസ്സിലെ പഠന പ്രവർത്തനം ക്ലാസ് 3 എന്ന പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഓക്കെ, താങ്ക് യു.